പോക്സോ കേസിൽ ഇരകളായ 2 പെൺമക്കൾക്ക് വേണ്ടി കഴിഞ്ഞ 2 വർഷമായി നിയമ പോരാട്ടം നടത്തുന്ന ഒരച്ഛനും അമ്മയുമുണ്ട് നമ്മുടെ നാട്ടിൽ. ആലപ്പുഴ സ്വദേശികളായ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് സ്വന്തം മുത്തശ്ശനാണ്. 2022 മാർച്ച് മുതലുള്ള കാലയളവിൽ നടന്ന സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനായ പ്രതിയെ സംരക്ഷിക്കാൻ, കേസ് അട്ടിമറിക്കാനും പോലീസിൻ്റെയും വക്കീലിൻ്റെയും ഭാഗത്തുനിന്ന് പല ശ്രമങ്ങളും ഉണ്ടായി. ഒടുവിൽ പോക്സോ കേസ് ഇരകളുടെ മാതാപിതാക്കൾക്കെതിരെ ആലപ്പുഴ മാന്നാർ പോലീസിൻ്റെ പ്രതികാര നടപടിയും. കുട്ടികളുടെ അമ്മയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുക്കി ജയിലിലടച്ചത് 3 ദിവസമാണ്. പോക്സോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണ് കള്ളക്കേസെന്ന് ഇരകളുടെ മാതാപിതാക്കൾ ന്യൂസ് 18നോട് പറഞ്ഞു. മാർച്ചിൽ ഡൽഹിയിൽ നിന്നും അവധിക്ക് ആലപ്പുഴ മാവേലിക്കരയിലുള്ള അച്ഛന്റെ വീട്ടിലെത്തിയപ്പോഴാണ് 8ഉം 9ഉം വയസ്സുള്ള സഹോദരിമാർ ലൈംഗിക അതിക്രമത്തിന് ഇരകളായത്. മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ കുട്ടികളെ സ്വന്തം മുത്തശ്ശൻ പീഡിപ്പിക്കുകയായിരുന്നു. ഗ്രാൻഡ് ഫാദർ ടച്ചസ് മൈ പ്രൈവറ്റ് പാർട്സ് എന്നൊക്കെ പറഞ്ഞ് മോൾക്കുണ്ടായ അനുഭവങ്ങൾ അതിനകത്ത് ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ ബുക്കിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. മോൾ എഴുതിയ ബുക്കിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ ഞാൻ മോളെ വിളിച്ച് സംസാരിച്ചു. മോളെ കുളിപ്പിക്കാൻ കൈ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റുകയും മോൻ വന്ന് ബഹളം ഉണ്ടാക്കാൻ മോനെ അടിച്ച് പൊട്ടിക്കുവാണ്. അങ്ങനെ മോള് ഓടി അമ്മൂമ്മ എടുത്തേലും അമ്മൂമ്മ ഒരു അപ്പൂപ്പന്മാരൊക്കെ ആയ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ സഹിച്ച് വേണം ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ വീണ്ടും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളായിട്ട് മോളെയും എൻ്റെ കുഞ്ഞു മോളെയും ഇതുപോലെ തന്നെ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റുകയും പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ അത്രയും മെന്റലി അത്രയും ഇതായി. മൂത്ത മകളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായ റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനായ മുത്തച്ഛൻ 30 ദിവസത്തോളം ജയിലിൽ കിടന്നു. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇതിനിടെയാണ് ചൈൽഡ് ലൈന്റെ പരിശോധനയിൽ ഇളയ കുട്ടിയും പീഡനത്തിന് ഇരയായ വിവരം അറിഞ്ഞത്. ഇതിൽ ചൈൽഡ് ലൈൻ പരാതി നൽകിയെങ്കിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതൊഴിച്ചാൽ മറ്റ് നടപടികൾ ഉണ്ടായില്ല. ആദ്യത്തെ കേസിൽ ആലപ്പുഴ മാവേലിക്കര കോടതിയിൽ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് കേസ് അട്ടിമറിക്കാനും സമ്മർദ്ദം ചെലുത്തി പിൻവലിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ പ്രതിഭാഗത്തിൽ നിന്നും ഉണ്ടായത്. വളരെ സീക്രട്ടായിട്ട് വന്ന് എന്നാൽ അവർ അറസ്റ്റ് ചെയ്യും അങ്ങനെയുള്ളതില്ല. ഞങ്ങളെ വന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെ CWCയിലാക്കണം, നിങ്ങൾ രണ്ടുപേരും ഇപ്പം വരണം, നിങ്ങൾക്കെതിരെ വലിയൊരു കംപ്ലൈന്റ് ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ ആരുടെയോ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അവരവിടെ ഇരിപ്പുണ്ട്, SP-ക്ക് ഇപ്പം നിങ്ങളെ കാണണം, ഇപ്പം ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു നിർദ്ദേശപ്രകാരമാണ് വന്നിരിക്കുന്നത്. ഇത്തരം കാര്യം ഇവർ പറഞ്ഞു. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ എന്താ സംഭവം ഞങ്ങൾക്ക് അറിയില്ല. ഇവരൊരു പേപ്പർ ഞങ്ങളെ കാണിക്കുന്നില്ല. എന്നാൽ അറസ്റ്റ് മെമ്മോ ഉണ്ടോ? അതില്ല. ഒരു പേപ്പർ ഞങ്ങളെ കാണിക്കുന്നില്ല. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇപ്പം ഞങ്ങളുടെ വന്നേ പറ്റില്ല. ഏതൊരു പ്രൈവറ്റ് വെഹിക്കിളിലാണ് ഇവർ വന്നത്. ആ പ്രൈവറ്റ് വെഹിക്കിളിൽ കയറി ഞാനും ഹസ്ബൻഡും പോകണം, കുഞ്ഞുങ്ങളെ അവർ CWCയിലാക്കും, ഇതാണ് പറഞ്ഞത്. അതിനിടെ കുട്ടികളുടെ അമ്മയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുക്കി 3 ദിവസം ജയിലിൽ അടച്ചു. ഈ മാസം 9-ന് അറസ്റ്റിലായ മാന്നാർ സ്വദേശിനിയായ യുവതി തിങ്കളാഴ്ച ജാമ്യം കിട്ടി പുറത്തിറങ്ങി. തനിക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതി കെട്ടിച്ചമച്ചതെന്ന് കുട്ടികളുടെ അമ്മ പറയുന്നു. അതിന് പിന്നിൽ പോക്സോ കേസിലെ പ്രതിയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ എന്നാണ് ആരോപണം. ഈ സംഭവം ബെയിൽ കിട്ടിയതിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിന് പിന്മാറണം, ഇദ്ദേഹത്തിന് ഈ കേസിന് കുറ്റമുക്തനാക്കിയാണ് കോടതി വിട്ടിരിക്കുന്നത്, നിങ്ങൾ ഈ നാടും വീടും വിട്ടുപോയിക്കണം. ഞാൻ ഏത് വക്കീലത്? ആ വക്കീലിന്റെ പേര് ഫെനി ബാലകൃഷ്ണൻ എന്നാണ്. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ വൈഫിന് 21 കോൾ ചെയ്തു. 21 കോളിന്റെ റെക്കോർഡ്സ് ഞാൻ ഇപ്പം സാറിന്റെ കൊടുത്തിട്ടുണ്ട്. ആ കോൾ റെക്കോർഡ്സ് ഉണ്ട്. അറസ്റ്റ് ചെയ്തു. അദ്ദേഹം റിമാൻഡിൽ പോയി 30 ഡേയ്സിനുള്ളിൽ തിരിച്ചു വന്നു. 30 ഡേയ്സിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ചില വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ സാറിന്റെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തിരിച്ചു വന്നതിന് ശേഷം രശ്മിയെ നേരെ ഈ പറഞ്ഞ പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിലേക്ക്, മാന്നാർ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും അവിടെ നിന്ന് CAയും ഈ വക്കീലും ഓട്ടിരിപ്പുണ്ട്, ഈ ഫെനി ബാലകൃഷ്ണൻ, അവിടെ നിന്ന് ത്രട്ടനിങ് ആണ്. എന്നാൽ കുട്ടികളുടെ രക്ഷകർത്താക്കളുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അത് കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല എന്നും അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറയുന്നു. ഇരകളുടെ മാതാപിതാക്കൾ ഉൾപ്പെട്ട കേസ് താൻ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേസുകൾക്ക് പിന്നിൽ സ്വത്ത് തർക്കമെന്നും ഫെനി ആരോപിച്ചു. അല്ല, അതല്ല, അതിൽ യാതൊരു കാര്യമില്ല. അതിനകത്ത് വെച്ചാൽ അവരെ വിളിക്കേണ്ട എനിക്ക് യാതൊരു കാര്യമില്ല. എന്താ വെച്ചാൽ പോക്സോ കോടതിയിൽ ഓൾറെഡി കേസ് പരിഗണനയിലാണ്. അവർ മൊഴി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. മൊഴി കൊടുത്ത കേസിനകത്ത് പിന്നെ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്കറിഞ്ഞു അവർക്ക് പോയ പൈസ
അവര് പരാതി കൊടുത്ത് അവരുടെ രേഖമൂലം എന്തായാലും ഒരാളെ കൊണ്ട് പരാതി കൊടുക്കാൻ എനിക്കിപ്പോ ശരണയെ കൊണ്ട് പരാതി കൊടുപ്പിക്കാൻ ശരണയിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിലല്ലേ പരാതി നിലനിൽക്കത്തുള്ളൂ. അവരെ വെട്ടിച്ചു തട്ടിപ്പ് നടത്തി അവര് പിന്നെ അവർക്ക് ഫുൾ റെക്കോർഡ്സ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മാന്നാർ പോലീസിൽ ഹാജരാക്കി അവരെ അന്വേഷണം നടത്തിയതിനു ശേഷമേ പ്രതി അറസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. നേരത്തെ തെലങ്കാനയിൽ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് കേസുകളുണ്ടെന്നും പ്രതിഭാഗം ആരോപിക്കുന്നു. എന്നാൽ പോക്സോ കേസ് അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് പോക്സോ കേസ് ഇരകളുടെ മാതാപിതാക്കൾ പറയുന്നത്.